നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: നോർത്ത് കരോളിനയിലെ ഷാർലറ്റിൽ വെച്ച് നടത്തപ്പെട്ട മെഗാ തിരുവാതിരയുടെ ദൃശ്യങ്ങൾ, ഒർലാൻഡോയിൽ വെച്ച് നടത്തപ്പെട്ട വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയന്റെ 14ാമത് ബൈനിയൽ കോൺഫറൻസിന്റെ വിശേഷങ്ങൾ, കാനഡയിലെ ഒന്റാരിയോ ഹിന്ദു മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഓം കൾച്ചറൽ അസോസിയേഷന്റെ വിഷു ആഘോഷങ്ങൾ, ഷിക്കാഗോ ഗീതാ മണ്ഡലത്തിൽ വിഷു ആഘോഷങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ ആഘോഷിച്ചു, അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് AKMGയുടെ 45ാമത് കൺവെൻഷൻ വിശേഷങ്ങളുമായി അവർ ഗസ്റ്റിൽ ആശ മാത്യുവിനോടൊപ്പം ചേരുന്നു ഡോക്ടർ സിന്ധു പിള്ളയുടെ നേതൃത്വത്തിലുള്ള AKMG ഭാരവാഹികൾ. മലയാളി വനിതകളെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര എന്നത് ഏറെ പ്രിയപ്പെട്ട ഒരു കലാരൂപമാണ്. ഈ കലാരൂപത്തെ നെഞ്ചിലേറ്റിയ നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നിന്നുള്ള മലയാളി മംഗമാരുടെ ഒരു മെഗാ തിരുവാതിരയാണ് ഇന്നത്തെ US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രശ്മി മുളക്കൽ. നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ 2.5 പതിറ്റാണ്ടായി താമസിക്കുന്ന മലയാളിയാണ്. ഈ കാലയളവിനുള്ളിൽ ഇന്ത്യൻ അസോസിയേഷനുകളുടെയും മലയാളി അസോസിയേഷൻ്റെയും പല വേദികളിൽ വിവിധ നൃത്തരൂപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം സർവേശ്വരി ആയ മുക്തി ഹേമ നീര
മലയാളി കൗൺസിലിന്റെ അമേരിക്ക റീജിയന്റെ 14ാമത് ബൈനിയൽ കോൺഫറൻസ് ഒർലാൻഡോയിലെ ഹിൽട്ടണിൽ വെച്ച് ഏപ്രിൽ 5, 6, 7 തീയതികളിലായി നടത്തപ്പെട്ടു. അമേരിക്ക റീജിയൻ ചെയർമാൻ ശ്രീ ചാക്കോ കോയിക്കിലേത്ത്, പ്രസിഡന്റ് ശ്രീ ജോൺസൺ തലച്ചെല്ലൂർ, ജനറൽ സെക്രട്ടറി അനീഷ് ജെയിംസ്, ട്രഷറർ സജി പുളിമൂട്ടിൽ എന്നിവർ ചുക്കാൻ പിടിച്ച കോൺഫറൻസിന്റെ ആതിഥേയത്വം വഹിച്ചത് ഫ്ലോറിഡ പ്രൊവിൻസാണ്. പ്രമുഖ സിനിമാ സംവിധായകനും ഓസ്കാർ നോമിനേഷൻ നേടിയ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് മൂവി ഡയറക്ടറുമായ ശ്രീ ഷൈസൺ ഔസേവ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു ഒർലാൻഡോയിൽ നിന്നും ക്യാമറാമാൻ ഏബൽ സോണിയോടൊപ്പം സ്മിത സോണി. നമസ്കാരം. ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് കിടക്കുന്ന മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ശക്തമായ റീജിയനുകളിലൊന്നായ അമേരിക്ക റീജിയൻ്റെ 14ാമത് ബൈനിയൽ കോൺഫറൻസും അരങ്ങേറുന്ന ഫ്ലോറിഡ പ്രൊവിൻസിലെ ഒർലാൻഡോയിലെ വേദിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഫേസ് ഓഫ് ദി ഫേസ്ലെസ് മൂവിയുടെ ഡയറക്ടറായ മിസ്റ്റർ ഷൈസൺ ഔസേവ് വിശിഷ്ടാതിഥിയായിരുന്ന ചടങ്ങിൽ അമേരിക്ക റീജിയനിലെ പുതിയ കമ്മിറ്റിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ലൈവ് മ്യൂസിക് ബാൻഡും ചടങ്ങിന് വർണ്ണപ്പകിട്ടേകി. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഭാരവാഹികളോടൊപ്പം റീജിയണൽ ഭാരവാഹികളും അമേരിക്കയിലെയും കാനഡയിലെയും വിവിധ പ്രൊവിൻസുകളിലെ പ്രതിനിധികളും പങ്കെടുത്ത ബൈനിയൽ കോൺഫറൻസ് വൈവിധ്യമാർന്ന പരിപാടികളാൽ ശ്രദ്ധിക്കപ്പെട്ടു. വേൾഡ് മലയാളി കൗൺസിൽ WMC എന്ന ഈ സംഘടനയെ കുറിച്ച് വളരെയധികം ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങളെ അടുത്തറിയുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നമ്മളുടെ ഒരു അംബാസഡർ പോലെ, അതായത് ഗ്ലോബൽ അംബാസഡർ പോലെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ജേസൺ ഔസേവ് ഇന്നിവിടെ പറയുകയുണ്ടായി. താങ്ക് യു സർ. truthfully uphold the charter and the bylaws of WMC and truthfully and diligently കഴിഞ്ഞ 2 വർഷവും ഞാൻ തന്നെയായിരുന്നു പ്രസിഡന്റ്. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഏതാനും ചില പ്രൊവിൻസുകൾ മാത്രമാണ് നമ്മുടെ അമേരിക്ക രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത്. ഈ 2 മിനിറ്റോട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. കാരണം എനിക്ക് മുന്നേ വന്ന ആൾക്കാരെ, എസ്പെഷ്യലി അവർ ചീഫ് ഗസ്റ്റ്, വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി എനിക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ വരാനും, ഈ വേൾഡ് മലയാളി കോൺഫറൻസിൽ അല്ലെങ്കിൽ വേൾഡ് മലയാളി ഈ കമ്മ്യൂണിറ്റിയിലായിട്ട് ബന്ധപ്പെട്ട് വരാനും കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ, പ്രത്യേകിച്ച് മുംബൈയിൽ നിന്ന് പോന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വളരെ സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് മൂവി ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക്, അതും ഓസ്കർ അവാർഡിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു. അതിനെക്കുറിച്ച് അങ്ങയുടെ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ സിസ്റ്റർ ബ്ലസ്സഡ് റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ളൊരു സിനിമയാണ്. ഒരു കന്യാസ്ത്രീയുടെ ജീവിതകഥ എന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ തളർന്നു കിടക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ഒരു സ്ത്രീയുടെ ജീവിതകഥയായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 50-ൽ പരം അന്തർദേശീയ അവാർഡുകൾ കിട്ടി. അതുപോലെ തന്നെ ഓസ്കാറിന് ക്വാളിഫൈഡായി. നയന മനോഹരമായ ക്ലാസിക്കൽ നൃത്തങ്ങളും ചടുലമായ സിനിമാറ്റിക് നൃത്തങ്ങളും കോമഡി സ്കിറ്റും കവിതകളും ലൈവ് മ്യൂസിക് ബാൻഡും ചേർത്തൊരുക്കിയ കലാസന്ധ്യ കോൺഫറൻസിനെ വേറിട്ട അനുഭവമാക്കി. അമേരിക്ക റീജിയൻ ചെയർമാൻ ശ്രീ ചാക്കോ കോയിക്കിലേത്ത്, പ്രസിഡന്റ് ശ്രീ ജോൺസൺ തലച്ചെല്ലൂർ, ജനറൽ സെക്രട്ടറി അനീഷ് ജെയിംസ്, ട്രഷറർ സജി പുളിമൂട്ടിൽ
എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കോൺഫറൻസിന് ചുക്കാൻ പിടിച്ചത്. അമേരിക്ക റീജിയനിലെ എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിൽ അണിചേർത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ജൈത്രയാത്ര തുടരുവാൻ ശ്രീ ചാക്കോ കോയിക്കലേത്ത്, ശ്രീ ജോൺസൺ തലച്ചല്ലൂർ, ശ്രീ അനീഷ് ജെയിംസ്, ശ്രീ സജി ബി പുളിമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാനഡയിലെ ഒൻറ്റാരിയോ ഹിന്ദു മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഓം കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിഷു സംഘടിപ്പിച്ചു. 25 വർഷങ്ങളോളമായി ഒൻറ്റാരിയോയിലുള്ള OHM എന്ന ഈ കൂട്ടായ്മ കോവിഡ് സമയത്തെ കുറച്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയ വിഷു കൂട്ടായ്മയായിരുന്നു ഇത്. ഒട്ടേറെ ആവേശത്തോടെയാണ് ഈ കുടുംബങ്ങൾ ഒത്തുകൂടിയത്. വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ട ഈ വിഷു ആഘോഷങ്ങളിൽ നിന്നും സേതു വിദ്യാസാഗർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. കാനഡയിലെ ഒൻറ്റാരിയോ ഹിന്ദു മലയാളി കൂട്ടായ്മയായ ഓം കൾച്ചറൽ അസോസിയേഷൻ്റെ വിഷു ആഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ബ്രാംപ്ടണിലെ ചിങ്കൂസി സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ 800-ൽ പരം ആളുകളാണ് പങ്കെടുക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയിൽ തുടങ്ങി വിവിധ തരം കലാപരിപാടികളാണ് ഇന്നിവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 800ഓളം പേർ പങ്കെടുത്ത വിഷു ആഘോഷം വൈകിട്ട് വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് ആരംഭിച്ചത്. പിന്നീട് 7 മണിക്ക് വിളക്ക് കൊളുത്തി വിഷുക്കണി അവതരിപ്പിച്ചുകൊണ്ടും കുട്ടികൾക്കൊക്കെ വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ടും മംഗളകരമായി ശുഭാരംഭിച്ചു. തുടർന്നുണ്ടായ കലാവിരുന്നിൽ ഭാരതത്തിന്റെ പുണ്യ നദികളെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവാഹമായിരുന്നു. ജലയാനം എന്ന് പേരിട്ട ഈ പ്രോഗ്രാം ഹിമാലയത്തിൽ നിന്ന് ഗംഗയുടെ ഉദ്ഭവം തുടങ്ങി സപ്ത നദികളിലൂടെ നൃത്ത സംഗീതങ്ങളുടെ അകമ്പടിയോടെ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ നിളയിൽ എത്തിച്ചേർന്നത്. ഹിന്ദുസ്ഥാനിയും അഷ്ടപതിയും കൂടാതെ കഥക്, ഒഡീസി, കുച്ചിപ്പുടി, പഞ്ചാബി, രാജസ്ഥാനി നൃത്തങ്ങളൊക്കെയും ഈ പരിപാടിയെ ശ്രദ്ധേയമാക്കി. തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ഗാന്ധാരി വിലാപം എന്ന കവിതയിലെ ചില ഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം OHMന്റെ വിഷു ആഘോഷങ്ങളെ വേറിട്ട അനുഭവമാക്കി തീർന്നു. US Weekly Roundup powered by PSG Group of Companies-ന് ഇനിയൊരിടവേള.
Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. മലയാളികൾ ഗൃഹാതുരത്തോടെ ആഘോഷിക്കുന്ന മഹാവിഷു സമാനതകളില്ലാതെ വിപുലമായ ഷിക്കാഗോ ഗീതാമണ്ഡലം തറവാട് ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. സ്വർണ്ണമണികൾ കൈനീട്ടമായി തരുന്ന കൊന്നയും കണിവെള്ളരിയും കാർഷിക വിളകളും പുന്നെല്ലും വെള്ളി നാണയങ്ങളും വാൽക്കണ്ണാടിയും നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ അണിനിരക്കുന്ന വിഷുക്കണിയുമൊക്കെയായി ഒരിക്കലും മായാത്ത ഓർമ്മകളാണ് ഷിക്കാഗോ ഗീതാമണ്ഡലം ഷിക്കാഗോയിലെ സജ്ജനങ്ങൾക്കായി ഒരുക്കിയത്. ബൈജു എസ് മേനോൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മനസ്സ് നിറയെ കണിക്കൊന്നയും കൈനിറയെ കൈനീട്ടവുമായിട്ട് ഐശ്വര്യസമ്പൂർണമായ മറ്റൊരു വിഷുക്കാലം വന്നിരിക്കുകയാണ്. നാട്ടിലെ തനതായ രീതിയിൽ വിഷു ആഘോഷിക്കാൻ ഗീതാമണ്ഡലവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഗീതാമണ്ഡലം തറവാട്ടിലെ വിഷു കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഈ വർഷത്തെ മഹാവിഷു ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ മേൽശാന്തി ശ്രീ കൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് ഗീതാമണ്ഡലം കുടുംബാംഗങ്ങൾ ചേർന്ന് നടത്തിയ നാരായണീയ പാരായണവും ഗീതാമണ്ഡലത്തിലെ കുട്ടികൾ ചേർന്ന് നടത്തിയ ഗീതപാരായണവും വേറിട്ട ആത്മീയ അനുഭൂതിയാണ് ഭക്തജനങ്ങൾക്ക് നൽകിയത്. വിഷുക്കണി കണ്ട ശേഷം കുട്ടികൾക്കും മുതിർന്നവർക്കും മാതൃവാത്സല്യത്തിന്റെ നിറദീപമായ ഗീതാമണ്ഡലത്തിലെ മുതിർന്ന അമ്മ വിഷു കൈനീട്ടം നൽകി. അതിനുശേഷം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നടന്ന വിഭവസമൃദ്ധമായ വിഷു സദ്യയോടെ 2024 വിഷു ചടങ്ങുകൾ സമാപിച്ചു. ഈ വർഷത്തെ വിഷു പരിപാടികൾക്ക് പ്രസിഡന്റ് ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷത്തെ വിഷുവിന്റെ അപേക്ഷിച്ച് ഈ വർഷത്തെ വിഷു എന്താണ് ഒരു പ്രത്യേകത? ഈ വർഷത്തെ ഗീതാമണ്ഡലത്തിൽ എല്ലാ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും കൂടെ ഒത്തുകൂടി കണ്ണനെ കണികളിലുണർന്ന് വിഷു കൈനീട്ടം വാങ്ങി കഴിഞ്ഞ വിഷുസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രാവശ്യം 108 നാളികേരത്തിൻ്റെ ഗണപതി ഹോമമായിരുന്നു. ഏതൊരു കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെതർ വളരെ മോശമായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ലൊരു വെതറാണ്. ഏതാണ്ട് 70 ഡിഗ്രിക്ക് മേളിലാണ് വെതർ. അതുപോലെ തന്നെ നല്ല സണ്ണി ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെളിയിൽ നിന്നിട്ട് കലാപരിപാടികളും എല്ലാം ആസ്വദിക്കാൻ പറ്റി. US Weekly Roundup powered by PSG Group of Companies-ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. ഇനി US Weekly Roundup powered by PSG Group of Companies-ൽ our guest. ഏഷ്യനെറ്റ് US Weekly Roundup our ഗസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ആശ മാത്യു. ഇന്ന് നമുക്ക് അതിഥി എത്തിയിരിക്കുന്നത് കുറച്ച് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന AKMG എന്ന ഓർഗനൈസേഷൻ്റെ
കൺവെൻഷൻ വരികയാണല്ലോ. കൺവെൻഷൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചുമെല്ലാം നമ്മളോട് സംസാരിക്കാനായി ഡോക്ടർ സിന്ധു പിള്ളൈ, പ്രസിഡന്റ് ഓഫ് AKMG, ഡോക്ടർ രവി രാഘവൻ, കൺവെൻഷൻ ചെയർ ആൻഡ് കോ ചെയർസായ ഡോക്ടർ റൂബി കോശി, ഡോക്ടർ ഗീത അശോകാണ് ഇന്ന് നമ്മൾക്ക് അതിഥിയായി നമ്മുടെ ഒപ്പം ചേരുന്നത്. ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡോക്ടർ സിന്ധു, AKMG കൺവെൻഷൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഡു യു വാണ്ട് ടു ഗെറ്റ് us started and introduce your team to us? യെസ്, ഓഫ് കോഴ്സ്. എൻ്റെ പേര് സിന്ധു പിള്ള. ഞാൻ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് AKMGയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. എല്ലാവർക്കും ആദ്യമായി ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ. ഞങ്ങൾ ഇന്ന് we got together here today to do a core team meeting for our convention, which is going to be happening in August 2024, 3 months from now, at San Diego. So we are in San Diego and we just had our core team meeting today, and this is Dr. Ravi Raghavan, our convention chair, and this is Dr. Geeta Ashok, our convention co-chair, and this is Dr. Ruby Koshi, again our convention co-chair. So we are really excited, and we are in a preparation for our convention in August. Very nice to meet you all, and thank you for taking the time with Asianet today. അപ്പം ഡോക്ടർ റൂബി, ഇപ്പോൾ കൺവെൻഷൻ വെന്യൂ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് അപ്പ് ചെയ്യാവോ? So the convention will be held in San Diego at the Hilton Bayfront Hotel. It is a spectacular location overlooking the waterfront. It's in the city of San Diego, which is one of the most popular holiday destinations and a beautiful city in Southern California. The convention will be held August 29th to 31st. The 29th evening, we actually have organized a dinner cruise. It's a cruise around the bay in San Diego with wonderful views of the city. And we will be serving, or they will be serving dinner on board the cruise. Please join us. It's a wonderful occasion. Wow, that really does sound exciting. I'm sure a lot of people are looking forward to it. അപ്പോൾ ഈ പ്രീ കൺവെൻഷൻ ഇവന്റ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പല കൺവെൻഷൻസിനും കേട്ടിട്ടുണ്ട്. അപ്പോൾ AKMG കൺവെൻഷന് പ്രീ കൺവെൻഷൻ ഇവന്റ് എന്ന് പറഞ്ഞ് what are your plans about it? This is the pre-convention event. Essentially, that's the day that people will join us, and the people that have registered for the cruise will be taken by buses to the cruise, and then they will join us on board the cruise. We get time to mingle with each other, to be with friends and family, and to enjoy dinner while we go around the bay. Oh, nice. Okay. അപ്പോൾ ക്രൂസ് ആണ് the pre-convention event that you have planned, അല്ലേ? Oh, that sounds exciting. വളരെയധികം പ്രിപ്പറേഷൻസ് വേണ്ടി വരുമായിരിക്കുമല്ലോ, ബിക്കോസ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ആൻഡ് ഹൗ ലോങ് ഹാവ് യു ബിൻ പ്ലാനിങ്? A lot of preparations are going on. We have several committees planned. Right now, registrations are going very actively. Actually, our early bird registration ends tomorrow. We already have a lot of registrations from all over US, and also some from Middle East and from India. So we are really excited about the event. And traditionally, we have continued medical education programs, 2 days. We have 3-day event, 3-day convention. So the second and the third day, we have CME programs for physicians, which is going to be state-of-the-art program by most eminent speakers from US and some from abroad. And that is 2 days. And then we have cultural programs for our campus comedy, our campus talent night scheduled for the second day. We are going to be doing Onam celebration, traditional Onam Sadhya, and those events along with the Sadhya, and we also have gala night for the third day. And again, we have fashion shows, we have seminars, so many events, and as you know, a lot of preparation, a lot of planning, and it's actively going on, and we're very excited for the entire event. Now, Dr. Ravi, would you like to tell us a little bit more about the successful mentorship program that you have offering associated with the AKMG program? So this was started a few years ago, maybe about 3 or 4 years ago, when the doctors in AKMG started volunteering to help international medical graduates. International medical graduates, they're not just people who are graduating outside the US, they're also
US residents who go out and study in India and other places and come back. So the idea is that we help them to get the first step into the doorway to US residency program. It's a stressful and very long effort. So a lot of us were struggling when we came here first. Appam ഞങ്ങൾ വിചാരിച്ചു we can actually help our younger brothers and sisters also in this way. So this thing started gaining momentum in Atlanta when we did the convention there, and then became more formalized as what's called the Rising Star Mentorship Program under the efforts of Dr. Deepu Sudhakaran, Nina Thomas, and Elizabeth Mammon, to mention the people behind it. And then they encouraged a lot of us to join in as mentors, and we have all been volunteering our time to help these people. So what we do is we help these candidates, once they register for this program, we help them to prepare their curriculum vitae or resumes, to apply for residency programs, to prepare for the USMLE, the entrance examinations, mock interviews, to help them come to the US and have observerships in various hospitals, and also mock and such things. And even sometimes we give them visa information and all that, whatever they need to come here and do whatever they have to do to get into a program here. So this has been going on for about 3 years now, very successfully. In addition, we also conduct these webinars online throughout the year to give them more information on these activities. Now, Dr. Geeta, cultural events. So everybody was talking about, doctors does have a lot of talents too, right? Cultural talents. What are some of the cultural events that you are planning? So, like they both mentioned, Ravila CME Ana, while the doctors are having the CME meetings, the spouses and non-physicians, they have a women's forum where they will have activities planned for the women's forum. And there is a children's section where they have spelling bee. So those are some of the events that we have planned during the time of the CME. And then followed by a delicious Onasadya. And then in the evening, we have a procession with Chandamela, and that is followed by the dance medley, which comprises of Tiruvadira, Margam Kali, and Oppana. And then we have the campus talent night, where a lot of physicians have already lined up for performing their talents. And we have like music performances and dance performances, including Bharatanatyam and Mohiniyattam. And we also have a dance show that is choreographed by Divya Unni. So that's a bunch of dancers in that. And we haven't gotten all the list of people who are going to perform in it, but usually there is a bunch of things going on that night. Thank you again, all of you, for your time today. I know this is the pivotal event of AKMG, and wishing you all the very best from the entire team of Asianet US Weekly Roundup here. And may it be a Addiboli program that over and beyond how you expect it to be. So all the wishes from all of us. Thank you. US Weekly Roundup powered by PSG Group of Companies in the episode ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetusnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സാപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.